നമ്മളേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഇന്നത്തെ മത്സരത്തിന്റെ വിധി നിർണയമാണ്. അതിനുവേണ്ടി വിധികർത്താക്കളെ ക്ഷണിക്കുകയാണ്. TV വായനശാലയ്ക്ക് സ്പോൺസറേ. നമസ്കാരം. കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് സംസാരിക്കുമ്പോൾ ഇവിടുന്ന് കൈയടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഇവളെന്തോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിർത്തിയിട്ട് പോയിക്കൂടെ എന്നുള്ള കമന്റ് അടിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല. എന്നാൽ പോലും ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഈ വേദിയിലുള്ളത് കൊണ്ട് രണ്ടു വാക്ക് സംസാരിച്ചേ പറ്റൂ. പിന്നെ ഇന്നിപ്പം അവസാനം ഇവിടെ നൃത്തച്ചുവട് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന കുട്ടികളുണ്ടായിരുന്നു. ചെമ്പട തന്നെ. ഓക്കെ, ഗംഭീരാക്കിയിട്ടുണ്ടായിരുന്നു. ഓഡിയൻസിനോട് ആദ്യം തന്നെ പറയാണ്, എൻ്റെ ഈ കുഞ്ഞു മക്കളെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇവരുടെ സ്റ്റെപ്പ് ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. ഞാൻ പഠിപ്പിച്ച കുട്ടികളല്ല അത് കേട്ടോ. ഓക്കെ, പലർക്കും ഡൗട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ടീച്ചർ എങ്ങനെ ഇവരുടെ കൂടെ കളിക്കുന്നു? ടീച്ചർ മുൻകൂട്ടി പഠിച്ചതാണോ? ദൈവസാക്ഷിയായിട്ട് ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല എൻ്റെ കലാകാരികളെ. കോട്ടയം നാടല്ലേ, കോട്ടയം അച്ഛയന്മാരുടെയും അച്ഛായത്തിമാരുടെയും മലയാള ഭാഷ ശരിയായ ഭാഷയുടെയും അങ്ങനെ പറയാം ഉരുത്തിരിഞ്ഞ നാട്. ഈ നാട്ടിലേക്ക് വരാൻ വേണ്ടി സാധാരണ ടീമുകൾ ഇങ്ങോട്ടേക്ക് വിളിക്കുക ചെയ്യുക കമ്മിറ്റിക്കാര്. ഞാൻ ഇവിടുത്തെ കമ്മിറ്റിക്കാരനായ രഞ്ജിത്തിനെ ഇൻസ്റ്റഗ്രാമിലോ FB-യിലാണോ എന്നെനിക്കറിയില്ല, ഞാൻ നോട്ടീസ് കണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. കോട്ടയത്തെ ഈ കൈകൊട്ടിക്കളി ജഡ്ജ്മെന്റിൽ വിധി നിർണയം നടത്താൻ വേണ്ടി എന്നെ ഒന്ന് വിളിക്കുമോ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കോട്ടയം ജില്ലയിൽ ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ വളരെയധികം സന്തോഷം. നല്ല നാട്ടുകാർ, എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം ഓരോ കുട്ടികൾ കളിക്കുന്ന സമയത്ത് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുക. വീടോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരും കളിക്കുന്ന സമയത്ത് വേറെ ലെവലില്. അതുപോലെ നിഷേച്ചി അവിടെ ഇത് സാരി കൊടുത്ത് നോക്കുമ്പോഴത്തേക്ക് തിരിയുന്നില്ല. നിഷേച്ചി, ഞാൻ വണ്ടി രാവിലെ 5 മണിക്ക് കയറിയതാ. അപ്പോ ടീച്ചറെ കയറിയാ ഒന്നും പേടിക്കണ്ടേ, എത്തുന്ന സമയത്ത് വിളിക്കണേ. എന്തൊരു സോഫ്റ്റ് ആയിട്ടാണ് ഈ കുഞ്ഞു മക്കളോട് പറയൂലേ, അതുപോലെ സംസാരിച്ച് ഒരു ഹൃദയത്തിനുടമയാണ് പൊന്തിക്കുന്നതെന്നല്ല ഉള്ള പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഓരോ കമ്മിറ്റിക്കാരെയും എടുത്തു പറയാതിരിക്കാൻ വയ്യ. കിടിലൻ കമ്മിറ്റിക്കാര് ഓരോരുത്തരും എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. അതുപോലെ രഞ്ജിയേട്ടനെ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ടീച്ചറെ നമ്മളുടെ ചെറിയ പരിപാടിയാണ്, ആ പരിപാടി 2ാമത്തെ തവണയാണ്, അതിലൊരു ഫോൾട്ടും ഇല്ലാതെ ഗംഭീരാക്കി തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചെറിയ പരിപാടിയായിട്ടൊന്നും തോന്നിയിട്ടില്ല, കിടിലൻ പരിപാടിയായിട്ടാണ് തോന്നിയിട്ടുണ്ട്. എന്നൊക്കെ കിടിലൻ എന്ന് പറയാം. ഓക്കെ, കിടിലൻ പരിപാടി ഇനി അടുത്ത കൊല്ലം ഇതുപോലെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി പറ്റട്ടെ. ഇനിയും നല്ല നല്ല ടീമുകൾ മുളച്ചു പൊന്തട്ടെ എന്നുകൂടി പറയുന്നു.